ഞങ്ങളുടെ ഓണം വെക്കേഷൻസ് കൂടുതലും അമ്മുമ്മയുടെ അടുത്തായിരുന്നു. രാവിലെ എണീറ്റ് കാവില് കുളത്തിൽ പോയി കുളിച്ച് അമ്പലത്തിലൊക്കെ തൊഴുത് പൂക്കളിടാൻ വേണ്ടി വരും. അന്ന് അമ്മുമ്മയുടെ കൂടെയായിരുന്നു എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അന്ന് ഒരു വാഴല കീറിയിട്ട് തരും. അതിലാണ് നമ്മൾ പൂക്കളൊക്കെ എടുത്തിട്ട് വരിക. ചെമ്പരത്തി, ചെത്തി, പിന്നെ കോളാമ്പി, അങ്ങനെ പേരറിയാത്ത കുറേ പൂക്കൾ. അതൊക്കെ ഇന്നും ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതുപോലെയൊക്കെ ഒത്തിരി ഓർമ്മകൾ പറയാനായിട്ട്? പണ്ടെപ്പോഴോ ഓർക്കിഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച മൺചട്ടിയാണ്. ഇതങ്ങ് ദൂരെ മാറ്റി വെച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചു. എവിടെ ഇങ്ങനത്തെ മൺചട്ടികളൊക്കെ കണ്ടാലും ഞാനത് വാങ്ങിക്കാറുണ്ട്. എൻ്റെ മുറ്റത്ത് കുറച്ച് ഭാഗം ഞാൻ ഈ ഒരു ഡാർഫ് മോണ്ടോ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രാസിൻ്റെ ഇല കാണാൻ പ്രത്യേക ഭംഗിയാണ്, അതിൻ്റെ കളറും. ഇതിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് തൈ ഞാൻ കളക്ട് ചെയ്തു. ഈ ഒരു ഗ്രാസ് വേണമെങ്കിൽ നമുക്ക് പുൽത്തകിടിയായിട്ട് വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഷെയ്ഡും അതോടൊപ്പം തന്നെ വെയിലും ഒരേപോലെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാന്റ് ഭയങ്കര സ്ലോ ഗ്രോയിങ് ആണ്. പക്ഷെ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ റൂട്ടൊന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് സോയിലിൽ നട്ടു കൊടുക്കാം. നല്ല തിക്നെസ് ആദ്യമേ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ തൈകൾ ഒരുമിച്ച് തന്നെ ഈ ചട്ടിയിൽ നടുന്നത്. അധികം കെയർ ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ്. ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുത്തണം.